ഹൃദ്യമായ നമസ്കാരം. ഈ റോഡിന്റെ ദുരിതം തൃശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രം ഉള്ള ഒരു പ്രശ്നമല്ല. വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്ന, റോഡ് മാർഗം യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഒന്ന് ശപിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അത്രയും വലിയ ദുരിതമാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഇവിടെ റീബിൽഡ് കേരളയെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വെറും വാചക കസർത്തുകൾ മാത്രമാണ്. റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങൾ വൈകുന്നേരം വന്ന് പറയും പിണറായി വിജയൻ. പ്രവൃത്തിയിൽ ഇതൊന്നും നടപ്പാവുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പൊ വീണ്ടും അദ്ദേഹം 4 മണിക്കുള്ള വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വയനാട്ടിൽ എത്ര ദുരന്തപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് ഒരു ജനത കടന്നു പോകുന്നത്. നൂറുകണക്കിന് ആളുകൾ ആ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. എത്രയോ ആളുകൾ ഇപ്പോഴും കാണാതായ അവരുടെ ഭൗതിക ദേഹങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ പോലെയുള്ള ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. എന്ത് മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി വൈകുന്നേരം സംസാരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കഴിഞ്ഞ 10 ദിവസം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് കാലത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ആ ദിവസം മുതൽ 10 ദിവസം ഞങ്ങൾ അവിടെ നോക്കാം. അവിടെ പുനരധിവാസത്തെ കുറിച്ചുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. ഒരു ആലോചന പോലും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല. ഉരുൾപൊട്ടലിൽ അനാഥരായവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. സ്കൂളുകളിൽ, ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പോലും മന്ത്രിസഭാ ഉപസമിതിക്കോ ജില്ലാ ഭരണകൂടത്തിനോ പറയാൻ കഴിയുന്നില്ല. സ്ഥിരം സംവിധാനത്തെ കുറിച്ചല്ല, താൽക്കാലിക സംവിധാനം. സ്കൂളുകൾ തുറക്കാൻ ഉള്ള ആവശ്യം ശക്തിപ്പെടുകയാണ്. ഈ ആളുകളെ താൽക്കാലികമായി എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വലിയ ടൗൺഷിപ്പ് പണിതു, അവിടെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമെന്നാണ് പറയുന്നത്. വെറും വാചക കസർത്തുകളാണിത്. ഇത് തന്നെയാണ് 2 കൊല്ലം മുമ്പ് 2019 പുത്തുമലയിലെ ദുരന്തകാലത്തും ഈ പിണറായി വിജയൻ പറഞ്ഞത്. ഒരു വലിയ ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ആരെങ്കിലും അവിടെ ഒന്ന് പോയി നോക്കണം. എന്താ ടൗൺഷിപ്പ്? അവിടെ കളിക്കളങ്ങൾ ഉണ്ടാകും, വിനോദ കേന്ദ്രങ്ങൾ ഉണ്ടാകും, വായനശാലകൾ ഉണ്ടാകും, സിനിമാശാലകൾ ഉണ്ടാകും. ഒരു ചുക്കും ചുണ്ണാമ്പും അവിടെയില്ല. നൂറുകണക്കിന് ആളുകൾക്ക് പുത്തുമലയിൽ പ്രഖ്യാപിക്കപ്പെട്ട വീടുകൾ പോലും കിട്ടിയിട്ടില്ല. പലതും സന്നദ്ധ സംഘടനകൾ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. സർക്കാരിന് ഒരു കാര്യവും അതിൽ അവകാശപ്പെടാനില്ല. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തൊട്ടടുത്ത ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം ഒരു ജനത അവിടുന്ന് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് റിയാസ് അതിലുണ്ട്. അവര് എന്താണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അവിടെ മേപ്പാടിയിലും കൽപ്പറ്റയിലും നിന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അവിടെ മേൽനോട്ടം നൽകുകയാണ്. ഞാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ ഈ 4 മന്ത്രിമാരും കാറുമെടുത്ത് പിന്നെ ചൂരൽമലയിലേക്കും അവിടേക്കും പോവുകയാണ്, മുണ്ടക്കയിലേക്കും പോവുകയാണ്. എന്താണ് അവർക്ക് അവിടെ ചെയ്യാനുള്ളത്? ഫോട്ടോ ഓഫാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവരുടെ ജോലി അതാണോ? ഇവരുടെ ജോലി അവിടെ രക്ഷാപ്രവർത്തകർ നടത്തുന്നവരോടൊപ്പം പോയി ഫോട്ടോ എടുക്കലല്ല. എന്നിട്ട് മന്ത്രിമാര്
കേന്ദ്രത്തെ വിമർശിക്കുകയാണ്, ആഭ്യന്തരമന്ത്രിയെ വിമർശിക്കുകയാണ്, വനം മന്ത്രിയെ വിമർശിക്കുകയാണ് ചില സത്യങ്ങൾ പറഞ്ഞതിന് പേരിൽ. ഇവരെന്താണ് ചെയ്യുന്നത്? മന്ത്രിസഭാ ഉപസമിതി ഒരു കാര്യവും അവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരാലോചനയും അവിടെ നടന്നിട്ടില്ല. എന്നിട്ട് പറയാണ് ഞങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ അവിടെ നൂറുകണക്കിന് വീടുകൾ, ആയിരക്കണക്കിന് വീടുകളുടെ ഓഫർ വന്നിരിക്കുന്നു. എന്താ സർക്കാരിനുള്ള ഒരു സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് ഈ ടൗൺഷിപ്പിലുള്ള സ്ഥലം അവർ കണ്ടെത്താൻ പോകുന്നത്? എന്തെങ്കിലും പരിശ്രമം അതിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി വന്നുപോയി, മന്ത്രിസഭാ ഉപസമിതി അവിടെ നിശ്ചയിച്ചു പോയെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ഞാൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പുത്തുമലയിലും പെട്ടിമുടിയിലും കവളപ്പാറയിലും ഈ സർക്കാർ പറഞ്ഞ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പലതും നടന്നിട്ടില്ല. ഏതാനും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് പുത്തുമലയിലെ ദുരന്തത്തിനിരയായി അവിടെ നാട്യമറക്കപ്പെട്ട ആളുകളെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ഈ കാലയളവിൽ വീട് കിട്ടാത്തവർ നിരവധിയാണ്. ഒരു സൗകര്യങ്ങളും ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് കിട്ടാത്ത ആളുകളുടെ എണ്ണം നൂറുകണക്കിന് ആളുകളുണ്ട്. ഇനി ചെയ്ത പല കാര്യങ്ങളിലും നഗ്നമായ വിവേചനം ചൂണ്ടിക്കാണിക്കുന്നു അവിടുത്തെ നിരപരാധികളായ മനുഷ്യർ. ഇത് തന്നെ ആവർത്തിക്കാനാണോ സർക്കാർ പോകുന്നത്? വൈകുന്നേരം നല്ല മനോഹരമായ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സർക്കാരിന് ആത്മാർത്ഥതയും പ്രതിജ്ഞാബദ്ധതയും വേണം. കാശില്ലാത്തത് കൊണ്ടല്ല. ദുരന്ത പ്രതിരോധത്തിനുള്ള 1610 കോടി രൂപ ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളുകൾ കൂട്ടത്തോടെ അത് ഏറ്റെടുക്കാത്തത്? ഏതെങ്കിലും ഒന്നോ രണ്ടാളുകൾ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടല്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിൽ വന്നിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ലോകായുക്ത അതിന്റെ കഴുത്ത് ജരിച്ച് കൊല്ലപ്പെടാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതിന്റെ പേരിലുണ്ടായിട്ടുള്ള കേസാണ്. നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നവരെ ലോകായുക്തയുടെ കഴുത്ത് ഇതുപോലെ ജനിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതിന്റെ നിരവധി കഥകൾ കേരളത്തിൽ, കേസുകൾ കേരളത്തിലുണ്ട്. പാർട്ടിക്കാർക്ക് ഇഷ്ടം പോലെ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പൊ വലിയ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് വിതരണം ഉൾപ്പെടെ പല കാര്യങ്ങളും കേരളം മറന്നു എന്ന് ശ്രീ പിണറായി വിജയൻ ധരിക്കരുത്. ഇവിടെ ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളെല്ലാം പരസ്യമായി, രഹസ്യമായി, നേരിട്ടും അല്ലാതെയും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന്, സർക്കാരിനോടൊപ്പം നിന്ന് ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നടക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ ചില ആളുകൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള, രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് രണ്ട് നിലപാടില്ല. പക്ഷേ സർക്കാരിന് ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പ്. നിങ്ങളെല്ലാം കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ ഇതൊക്കെ നടത്തിക്കൊള്ളാം. അതാണ് അവിടെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടത്, ഭക്ഷണ വിതരണത്തിൽ ഉൾപ്പെടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിന് യാതൊരു തരത്തിലുള്ള ദീർഘവീക്ഷണവുമില്ല. സർക്കാർ ഇരുട്ട് തപ്പുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. വെറും പരസ്യത്തിന് വേണ്ടി മാത്രമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇതൊരു നാടിന്റെ ജനങ്ങളുടെ പ്രശ്നമാണ്. ചില ആളുകൾ പറഞ്ഞു, അമിത്ഷാ പാർലമെന്റിൽ കേരളത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. കേരളത്തെ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ശരിയായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയൊന്നും പോകേണ്ട ആവശ്യമില്ല.
ഇവിടുത്തെ പല ചാനലുകളും, എന്റെ മുമ്പിൽ നിൽക്കുന്ന കൊടായുമായി നിൽക്കുന്ന പല ചാനലുകളും റിപ്പോർട്ട് ചെയ്ത വസ്തുതകൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ നിൽക്കുന്ന പല ചാനലുകളും തലേ ദിവസവും അതിന്റെ തലേ ദിവസവും എല്ലാം അവിടുത്തെ ഭയാനകമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ്. ജില്ലാ ഭരണകൂടം തൊട്ടടുത്ത പല സ്ഥലങ്ങളിലും ആദിവാസി കോളനികളിൽ ചെന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതായിട്ട് അവിടെയുള്ള ആൾക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. ആളുകളെ കുടിയൊഴിപ്പിച്ചിരുന്നെങ്കിൽ, മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ കാഷ്വാലിറ്റി, ജനങ്ങളുടെ ഇത്രയും ദുരിതം ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാർ ചോദിച്ചാൽ ആഭ്യന്തരമന്ത്രിക്ക് അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഭൂപേന്ദ്ര യാദവിനോട്, വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. സർ, 1984 ഇതേ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 85 മാതൃഭൂമി പത്രത്തിൽ ഇനി ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലിനെ കുറിച്ചുള്ള വലിയ ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനം ഇപ്പൊ മാധ്യമം പത്രം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അന്നു മുതലുള്ള മുന്നറിയിപ്പുകളുണ്ട്. വയനാട്ടിൽ അനധികൃതമായ കയ്യേറ്റങ്ങൾ, അനിയന്ത്രിതമായ ക്വാറിയിങ്, പശ്ചിമഘട്ടത്തെ ഇതുപോലെ ദ്രോഹിച്ചാൽ ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഒരു നേരം പിണറായി വിജയൻ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, ഗാഡ്ഗിൽ പറഞ്ഞതല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞതല്ല. പിണറായി വിജയൻ സർക്കാർ പുത്തുമല ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള, മേശപ്പുറത്ത് വെച്ചിട്ടുള്ള, കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ടുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അമിത്ഷായെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല, നിങ്ങൾക്ക് ഭൂപേന്ദ്ര യാദവിനെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളിതെല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. മന്ത്രിമാർ ഓരോരുത്തരും, ഇന്നലെ MP രാജേഷിന്റെ ഒരു ഗീർവാണം കേട്ടു. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ രാജേഷ്? കേരളത്തിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന പല നിലപാടുകളും സർക്കാർ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതാണോ? കയ്യേറ്റക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. പ്രതിപക്ഷവും അതിനൊപ്പമാണ്. കാലാകാലങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരിതങ്ങൾക്ക് ഉത്തരവാദികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ദുരന്ത സമയമാണ്, ഒന്നും മിണ്ടരുത് എന്ന് പറയാൻ 10 ദിവസം കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം അത് അവസാനിപ്പിക്കണം. സർക്കാരിന്റെ പിടിപ്പുകേടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ കേരളത്തിനെതിരാണ് എന്നുള്ള വാദം ഉന്നയിച്ചു വരരുത്. ശരിയായ നിലപാടല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൈ കഴുകി പോവാൻ കഴിയില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ റോഡ് മാത്രമല്ല, കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ റോഡുകളും ഇതുപോലെ ആയിരിക്കുകയാണ്. റോഡുകളെല്ലാം കുളമായിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്, ഇങ്ങനെയൊക്കെ നടത്തുന്നതിന്റെ പിന്നിൽ പല കളികളുമുണ്ട്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് സർക്കാരും മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയൊന്നും വിചാരിക്കരുത്. മഴ തുടങ്ങും അറ്റകുറ്റപ്പണി, യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ കരാറുകാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ, സിമന്റും മണലും കല്ലും ഒന്നും ഇല്ലാതെ മണ്ണ് വാരിയിട്ട് കുഴിയടച്ച് എല്ലാം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് കണക്കെഴുതി പോകുന്നത് ആരും മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണിയും പിണറായി വിജയന്റെ കയ്യിലാണ്, റിയാസിന്റെ കയ്യിലാണ്. അല്ലാതെ അത് NHAI അല്ല. കേരളത്തിൽ പല സ്ട്രെച്ചിലും ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. അപ്പൊ അവിടെയും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ നികുതി വാങ്ങി എത്രയാ ഇപ്പൊ കൂട്ടിയിരിക്കുന്നത്? എല്ലാത്തിനും 1 ലിറ്റർ പെട്രോളും ഡീസലും വാങ്ങുമ്പോ
നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് വാങ്ങുന്ന അധികം 1 രൂപ മതി ശ്രീ പിണറായി വിജയൻ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ. എന്താ നിർവഹിക്കാത്തത്? ജനങ്ങളെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ കാര്യം നടക്കണമെന്ന് മാത്രമേ സർക്കാരിനുള്ളൂ. ഭരണസ്തംഭനമാണ്, തകർച്ചയാണ് കേരളത്തിൽ. എല്ലാ മേഖലയിലും ഈ ഭരണസ്തംഭനമാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ റോഡിന്റെ ഈ ദയനീയമായ സാഹചര്യം. മുഖ്യമന്ത്രിക്ക് ഖജനാവിൽ നിന്ന് കാശെടുത്ത് ഹെലികോപ്റ്റർ കൊണ്ട് പോകാൻ, ഇനി പോലീസ് എസ്കോർട്ട് ഉള്ളത് കൊണ്ട് കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് വടക്കാഞ്ചേരി വഴിയല്ല ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് അതിലൊന്നും ഗതിയില്ല എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ജനങ്ങളുടെ ഒരു സമരമാണ്, അവരുടെ ന്യായമായ ആവശ്യമാണ്, ഒട്ടും രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യമല്ല. അതുകൊണ്ട് ഈ സമരത്തിന് സുമനസ്സുകളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം വരും ദിവസങ്ങളിലും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ അധ്യക്ഷന് ക്ഷോണടി. ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലയുടെ പ്രഭാരി ഉണ്ണികൃഷ്ണ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ആർ ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ ഇന്നൊരു ദിവസം ഏകദിന ഉപവാസം അനുഷ്ഠിക്കുകയാണ്. ഈ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സർക്കാരിന്റെ പ്രഥമമായിട്ടുള്ള കടമ, കർത്തവ്യം എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഏത് തരത്തിലാണ് സംരക്ഷണം കൊടുക്കുന്നത് എന്ന് തൃശൂർ മുതൽ കുന്നംകുളം വരെ ഈ റോട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ 15ലധികം പേരാണ് അവരുടെ ജീവൻ ഈ കെട്ട ഭരണത്തിന്റെ ഫലമായി ഈ റോഡിൽ ഹോമിക്കപ്പെട്ടത്. നിരവധി ആളുകൾ അവർക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല. കാരണം ക്ലെയിമിന് വേണ്ടി ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞാൽ പോലീസ് കേസെടുക്കുന്നത് ഈ പിണറായി വിജയന്റെ റോട്ടിലെ കുഴിയിൽ വീണ് മരിച്ച ആളുടെ പേരിലാണ്, മരണപ്പെട്ടവന്റെ പേരിലാണ് പോലീസ് കേസെടുക്കുന്നത്. 1 രൂപ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. 1 രൂപ പാവപ്പെട്ട മരിക്കുന്ന അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ഇങ്ങനെ ഇവിടെ നടക്കുന്ന മരണത്തിന്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഉത്തരവാദികൾ പിണറായി വിജയൻ സർക്കാരാണ്. ഭരണ നൈപുണ്യമില്ലാത്ത കെടുകാര്യസ്ഥത മാത്രം കൈവശമാക്കിയിട്ടുള്ള ഈ പിണറായി വിജയൻ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണ് പ്രിയപ്പെട്ടവരെ ഈ റോഡിന്റെ അവസ്ഥ ഈ നിലയിലായത്. ഇത് കേവലം ഒരു പഞ്ചായത്ത് റോഡല്ല, ഒരു ബ്ലോക്ക് റോഡല്ല, ഒരു ജില്ലാ പഞ്ചായത്തിന്റെ റോഡല്ല, ഇതൊരു സംസ്ഥാന പാതയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തുന്ന, കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ആളുകൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് ഈ കുന്നംകുളം തൃശൂർ പാത. ആ പാതയുടെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. നമ്മളിപ്പോ വയനാട് ദുരന്തമുണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ചാനലുകാരെല്ലാം പറയുന്നത് കേട്ടു, ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു. അതിനേക്കാൾ കഷ്ടമാണ് ആ ചൂരൽമലയിൽ
ഉരുൾപൊട്ടലിന് ശേഷം നമ്മൾ കണ്ട ആ റോഡിനേക്കാൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് തൃശൂർ കുന്നംകുളം റോഡ്. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് താൻ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ റോഡ് തകർന്നതിന്റെ പേരിൽ വഴിമാറി സഞ്ചരിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുഖ്യമന്ത്രിക്കേ ഉണ്ടായിട്ടുള്ളൂ. അത് പിണറായി വിജയനാണ്. കോഴിക്കോട് നിന്ന് കുന്നംകുളം വന്ന് ആ വടക്കാഞ്ചേരി വഴി 10-12 കിലോമീറ്റർ വളഞ്ഞാണ് യാത്ര ചെയ്തത്. ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിൽ ചോദിക്കണമെന്നുണ്ട്, ഈ റോട്ടിൽ കൂടി നട്ടെല്ല് മുറിഞ്ഞ് യാത്ര ചെയ്യുന്ന, ഒരു ദിവസം 4-5 തവണ യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിൽ ചോദിക്കണമെന്നുണ്ട്, എന്താണോ തനിക്ക് ഈ റോട്ടിൽ കൂടി പോയാലെന്ന്. ഞങ്ങൾക്കൊക്കെ ഈ റോട്ടിൽ കൂടി പോകാമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വഴിമാറി പോകാം. കാരണം നമ്മുടെ പണമാണ്, സർക്കാരിന്റെ പണമാണ്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും വളഞ്ഞു പോകാം. പക്ഷെ സാധാരണക്കാരന് സാധിക്കുമോ? നമ്മുടെ കയ്യിൽ മാസം പണി വാങ്ങിയിട്ടുള്ള പണമുണ്ടോ? നമ്മുടെ കയ്യിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ള പണമുണ്ടോ? സാധാരണക്കാരന് 15-20 കിലോമീറ്റർ വളഞ്ഞ് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുമോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് കേരളത്തിലെ ഈ സർക്കാരിന്റെ, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവരുടെ ഭരണ പിടിപ്പുകേടിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തൃശൂർ കുന്നംകുളം റോഡ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച റോഡാണ് റീബിൽഡ് കേരള, കേരളത്തിന്റെ പുനർനിർമ്മാണം. എങ്ങനെയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ ഈ തൃശൂർ കുന്നംകുളം റോഡ്. ഈ റോഡ് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പിണറായി വിജയൻ എങ്ങനെയാണ് കേരളത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് എന്ന്. കടവല്ലൂർ മുതൽ തൃശൂർ വരെ എത്തുന്ന 33 കിലോമീറ്റർ, അതിൽ 11 കിലോമീറ്റർ കോൺക്രീറ്റ്, ബാക്കിയുള്ളത് ടാർ റോഡ്. ഇതാണ് കരാർ കൊടുത്തത്. 3 ബില്ല് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. 3 ബില്ല്. ആ 3 ബില്ലും മാറിക്കിട്ടാത്ത സാഹചര്യത്തിലാണ് കരാറുകാരൻ ഈ പദ്ധതി ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ തന്നെ പറയേണ്ടി വരും, ജീവനും കൊണ്ട് ഓടിപ്പോയി. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഒരു സ്വഭാവമുണ്ട്, കരാർ കൊടുത്താൽ പണം കൊടുക്കാതെ കരാറുകാരനെ കൊല്ലുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. നമ്മൾ കണ്ടില്ലേ, പാലക്കാട് മുതൽ കൊളപ്പള്ളി വരെ എത്തുന്ന ആ റോഡ് നിർമ്മിക്കാൻ വേണ്ടി മലേഷ്യൻ കമ്പനിക്ക് കൊടുത്ത അവസാനം പണം കൊടുക്കാതെ കരാറുകാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത് EK നായരുടെ കാലത്താണ്. അങ്ങനെ അനുഭവമുള്ളത് കൊണ്ട് ആ കരാറുകാര് രായ്മാനം സ്ഥലം വിട്ടു. ഇതിപ്പോ മാസങ്ങൾ കഴിഞ്ഞു, 3 തവണ നോട്ടീസ് കൊടുത്താണ് അവർ കരാർ ഉപേക്ഷിച്ചു പോയത്. ഇതുവരെ ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും ഒരു ഏർപ്പാടും ഈ പിണറായി വിജയൻ സർക്കാർ ഈ അമ്മായിയച്ഛനും മരുമോനും കൂടി ചെയ്തിട്ടില്ല. 29 ലക്ഷം രൂപയാണ് അറ്റകുറ്റപ്പണിക്ക്. 33 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വെറും 29 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അത് കുറച്ച് കോറി വേസ്റ്റിട്ട് ആ പണം തട്ടിച്ചെടുത്തു. വലിയ അഴിമതിയാണ് പ്രിയപ്പെട്ടവരെ ഈ റോഡ് നിർമ്മാണത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണം എത്ര കൊടുത്തിട്ടും ഒരു ഗുണവുമില്ലാത്ത സർക്കാർ. 2020-21 വർഷം 35,000 കോടിയാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന്റെ റോഡ് വികസനത്തിന് കൊടുത്തത്. 21-22 അത് 60,000 കോടിയാണ്. എത്ര കോടി കൊടുത്താലും അത് കട്ടുപിടിക്കുന്ന സർക്കാരാണ്. പണ്ട് കാരണന്മാര് പറയും, പണമുണ്ടെങ്കിൽ നായിന്റെ വാലിൽ കെട്ടിവിട്ടാലും കാര്യം നടക്കും. ഇത് എത്ര കോടി കൊടുത്തിട്ടും അത് മുഴുവൻ കട്ടുപിടിക്കുന്ന നാണംകെട്ട സർക്കാരാണ് പ്രിയപ്പെട്ടവരെ ഈ പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ടാണ് ഈ റോഡ് ഈ അവസ്ഥയിൽ തുടരുന്നത്. തൊട്ടതിനെല്ലാം നികുതി പിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10-15 രൂപ പെട്രോളിനും ഡീസലിനും അധികമാണ് കേരളത്തിൽ. 2 രൂപ അഡീഷണൽ സെസ് ഈടാക്കുന്നു. ഈ നികുതി എല്ലാം പിരിച്ചു കൊണ്ടുപോയി കട്ടുമുടിച്ച് കേരളത്തെ കുളം തോണ്ടിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തിന്റെ പ്രസക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതീയ ജനതാ പാർട്ടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ സമരം ഏറ്റെടുക്കുകയാണ്. ഇത് കേവലം ഒരു ഉപവാസ സമരത്തിൽ അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊരു തുടർ സമരത്തിന്റെ സമര പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടത്തുന്നത്. മഹാത്മാഗാന്ധി 1942 ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആജ്ഞാപിച്ചുകൊണ്ടാണ്
ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഓഗസ്റ്റ് 9 തുടക്കം കുറിച്ചതെങ്കിൽ ഈ 2024 ഓഗസ്റ്റ് 9 ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളും പറയുന്നു ഈ നാട് ഭരിക്കാൻ അറിയാത്ത പിണറായി വിജയൻ ഭരണത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഉപവാസ സമരത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ ഉപവാസ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള KR ഹരി, ജസ്റ്റിൻ ജേക്കബ്, മേഖലയുടെ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ